വാൾ സ്ട്രീറ്റിലെ ഏറ്റവും അറിയപ്പെടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് സ്ഥാപനമായ DE ഷാ കമ്പനിയുടെ ഉടമസ്ഥനായിരുന്ന DE ഷാ അന്ന് വളരെ നിരാശനായിരുന്നു. തൻ്റെ സ്ഥാപനത്തിലെ ഏറ്റവും സമർത്ഥനും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനുമായ ഒരു ജീവനക്കാരൻ ഇന്ന് രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുന്നു. അയാൾ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു. പക്ഷേ അയാളെ വിട്ടുകളയാൻ ഷായ്ക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. തൻ്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുക വഴി ജോലിക്ക് ചേർന്ന് വെറും 4 വർഷം കൊണ്ട് തന്നെ തൻ്റെ കമ്പനിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സീനിയർ വൈസ് പ്രസിഡൻ്റായ മിടുക്കനാണവൻ. അവൻ്റെ രാജി കമ്പനിക്കൊരു വലിയ നഷ്ടം തന്നെയായിരിക്കും. ഷാ അന്ന് മറ്റു പരിപാടികളെല്ലാം മാറ്റിവെച്ച് ആ ചെറുപ്പക്കാരനെയും കൂട്ടി ഒരു ഡ്രൈവിന് പോയി. വഴിയിലുടനീളം അദ്ദേഹം അവനെ തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. നോക്കൂ, നിന്റെ പ്രായത്തിലുള്ള മറ്റാർക്കും അനുഭവിക്കാൻ കഴിയാത്ത മഹാസൗഭാഗ്യങ്ങളാണ് നീ ഇപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്ര ചെറുപ്പത്തിലെ ഒരു കമ്പനിയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് ആണ് നീ. നിനക്കിന്ന് ആറൊക്കെ ശമ്പളമുണ്ട്, നല്ല വീടും ജീവിത സാഹചര്യങ്ങളുമുണ്ട്. നിന്നെ ഞാൻ എൻ്റെ സ്വന്തം അനിയനെ പോലെ നോക്കുന്നുണ്ട്. എന്നിട്ടും എന്തിനാണ് നീ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്? ദൈവം വച്ചു നീട്ടിയ ഈ സൗഭാഗ്യങ്ങൾ ആസ്വദിച്ച് സ്വസ്ഥമായിരിക്കുന്നതിന് പകരം സ്വന്തമായൊരു ബിസിനസ്സൊക്കെ തുടങ്ങി വെറുതെ കഷ്ടപ്പെടണം. ഇല്ല സാർ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, അവൻ പറഞ്ഞു. ഇതിൽ ഞാൻ ജയിക്കുമോ തോൽക്കുമോ എന്നൊന്നും എനിക്ക് നിശ്ചയമില്ല. എങ്കിലും ഞാൻ രണ്ടും കൽപ്പിച്ചിറങ്ങുകയാണ്. എന്നെ പോകാൻ അങ്ങ് ദയവായി അനുവദിക്കണം. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ ഷാ അവൻ്റെ രാജി സ്വീകരിച്ചു. ഇത്രയും നല്ല ജോലി വേണ്ടെന്ന് വെച്ച് അവൻ ബിസിനസ് ചെയ്യാൻ ഇറങ്ങി എന്ന് കേട്ടവരെല്ലാം മൂക്കത്ത് വിരൽ വെച്ചു. ഇവനെന്താ വട്ടാണോ? അവർ പരസ്പരം ചോദിച്ചു. പലരും അവനെ പരിഹസിച്ചു. പക്ഷേ അവൻ അതൊന്നും ചെവിക്കൊണ്ടില്ല. അവൻ്റെ മനസ്സിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വായിച്ച ഒരു പത്ര വാർത്തയാണ് ഉണ്ടായിരുന്നത്. അമേരിക്കയിൽ ഇൻ്റർനെറ്റ് ഉപയോഗത്തിലെ വളർച്ച പ്രതിമാസം 2300%. വർഷം 1994. ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ ആ ചെറുപ്പക്കാരൻ തൻ്റെ 30ാമത്തെ വയസ്സിൽ തൻ്റെ ഭാര്യയോടൊപ്പം തങ്ങളുടെ 2 ബെഡ്റൂം മാത്രമുള്ള വാടക വീടിൻ്റെ ഗ്യാരേജിൽ ഒരു ചെറിയ ഓൺലൈൻ ബിസിനസ് സംരംഭം തുടങ്ങി. ബാങ്ക് സേവിങ്സിന് പുറമെ പലരിൽ നിന്നായി കടം വാങ്ങിയ തുക കൂടി ചേർത്ത് ആകെ $1 മില്യൺ മുതൽ മുടക്ക്. സഹായികളായി 5 ജീവനക്കാരും. പക്ഷേ ഓൺലൈനിൽ എന്ത് വിൽക്കും? സോഫ്റ്റ്വെയറുകൾ, CD-കൾ, പുസ്തകങ്ങൾ, സ്റ്റേഷനറികൾ തുടങ്ങി 20ഓളം സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കിയ ശേഷം അതിൽ നിന്ന് തനിക്ക് ഏറ്റവും മികച്ചതായി തോന്നിയ പുസ്തകങ്ങൾ തന്നെ തിരഞ്ഞെടുത്തു. കമ്പനിക്ക് എന്ത് പേരിടും? ലോകത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ പുസ്തകശാലയാണ് തൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തൻ്റെ കമ്പനിയുടെ പേരും ലോകത്തിലെ ഏറ്റവും വലിയ എന്തിൻ്റെങ്കിലും പേരായിരിക്കണം. വിൽക്കുന്നത് പുസ്തകങ്ങളായതുകൊണ്ട് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ആദ്യാക്ഷരമായ A, അവസാന അക്ഷരമായ Z എന്ന പേര് ഉണ്ടായിരിക്കുകയും വേണം. ദിവസങ്ങളോളം നീണ്ട ആലോചനകൾക്കൊടുവിൽ അയാൾ ആ പേര് കണ്ടെത്തി. അങ്ങനെ ലോകത്തെ ഏറ്റവും വലിയ ഓൺലൈൻ പുസ്തക വ്യാപാര കമ്പനി പിറവികൊണ്ടു, ആമസോൺ. എളിയ രീതിയിൽ തുടക്കം കുറിച്ച് ആളുകൾ തമ്മിൽ പറഞ്ഞു കിട്ടിയ പ്രചാരത്തിലൂടെയും ഇമെയിലുകളിലൂടെയും ചുരുങ്ങിയ കാലം കൊണ്ട് ജനശ്രദ്ധ ആകർഷിച്ച ഈ കമ്പനി തുടങ്ങി 3ാം വർഷം തന്നെ $15.7 മില്യൺ വരവ് നേടി. തൊഴിലാളികളുടെ എണ്ണം 5ൽ നിന്ന് 100ആയി വർദ്ധിച്ചു. അടുത്ത 3 വർഷങ്ങൾക്കുള്ളിൽ ഇതിൻ്റെ വിൽപ്പന പിന്നെയും വർദ്ധിച്ച് $610 മില്യൺ ആയി. തൊഴിലാളികളുടെ എണ്ണം 3000. ഇന്ന് ആമസോൺ എന്ന പേര് കേട്ടാൽ നമുക്ക് ആദ്യം ഓർമ്മ വരിക ലോകത്തിലെ ഏറ്റവും വലിയ നദിയോ വനാന്തരങ്ങളോ അല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ പുസ്തക വ്യാപാര ശൃംഖലയാണ്. വെറും 27 കൊല്ലം കൊണ്ട് ജെഫ് ബെസോസ് എന്ന യുവാവ് ലോകം കീഴടക്കി കഴിഞ്ഞു. ജെഫ് ബെസോസിനെ സംബന്ധിച്ചിടത്തോളം വാൾ സ്ട്രീറ്റിലെ ഏറ്റവും പ്രശസ്തമായ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് സ്ഥാപനത്തിലെ ഉന്നതമായ പദവിയും 6 ശമ്പളവും ഒരു സുരക്ഷിതമായ ഭൂമിക തന്നെയായിരുന്നു. പക്ഷേ ആ സുരക്ഷയുടെ കവചകുണ്ടലങ്ങൾ പൊട്ടിച്ചെറിഞ്ഞ് ബിസിനസ്സിൻ്റെ അരക്ഷിതത്വത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കാണിച്ച ആ ചങ്കൂറ്റമാണ് അദ്ദേഹത്തെ നാം ഇന്നറിയുന്ന ജെഫ് ബെസോസാക്കി മാറ്റിയത്. ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ മുതലാളി ഉപദേശിച്ചതുപോലെ ആ സുരക്ഷിത വലയത്തിൽ ജീവിതം ആസ്വദിച്ച് ഒതുങ്ങിക്കൂടാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നുവെങ്കിൽ വാൾ സ്ട്രീറ്റിലെ അദ്ദേഹത്തിൻ്റെ ഏതാനും സ്ഥിരം കസ്റ്റമർമാരൊഴിച്ച് മറ്റാരും അദ്ദേഹത്തെ അറിയുക പോലുമില്ലായിരുന്നു. ഇന്ന് ഈ കാണുന്ന കോടികളുടെ ബിസിനസ് സാമ്രാജ്യവും അദ്ദേഹത്തിന് ഉണ്ടാകുമായിരുന്നില്ല. റിസ്ക് എടുക്കാനുള്ള ചങ്കൂറ്റം, അതാണ് ഒരു ബിസിനസ്സുകാരന് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ട ഗുണം. ഇന്ന് പുതിയതായി എന്തെങ്കിലും ഈ ലോകത്തിന് സംഭാവന ചെയ്തവരെല്ലാം ഇങ്ങനെ റിസ്ക് എടുക്കാൻ ധൈര്യം കാണിച്ചവരാണ്. അവർ മാത്രമേ തങ്ങളുടെ കർമ്മ മേഖലയിൽ വിജയിച്ചിട്ടുമുള്ളൂ.
ഒരു വലിയ പാറക്കെട്ടിൽ നിന്ന് ആഴമേറിയ ഒരു ജലാശയത്തിലേക്ക് ചാടുന്നത് പോലെ പ്രയാസം നിറഞ്ഞത് പേടിപ്പെടുത്തുന്നതുമായ ഒരു കാര്യമാണ് ബിസിനസ്സിൽ റിസ്ക് എടുക്കുക എന്ന് പറയുന്നത്. എന്നാൽ അത് നമ്മെ എത്തിക്കുന്നത് ആത്യന്തിക വിജയത്തിൻ്റെ സുഖശീതളിമയിലേക്കായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് മനസ്സിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് കളഞ്ഞ് റിസ്ക് എടുക്കാൻ തയ്യാറാവുക. ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന ഒരാളായി മാറുക. അതിനുള്ള ശക്തിയും കഴിവുകളും നിങ്ങൾക്കുണ്ട്, അത് ഉപയോഗിക്കുക. ബാക്കിയെല്ലാം താനേ നിങ്ങളെ തേടി വന്നോളൂ. എല്ലാവിധ ആശംസകളും. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് നന്ദി. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ദിസ് ഈസ് സുധീർ മേനോൻ സൈനിങ് ഓഫ്.